ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. ഇന്ന് ഈ വീഡിയോയിൽ ബണ്ണീച്ചോ ഹോം ഡെലിവറി എന്ന സീരിയലിൻ്റെ അടുത്ത എപ്പിസോഡുകളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പത്തെ വീഡിയോസ് കാണാത്തവർ അതൊന്ന് കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ യുവാൻ പേടിച്ച് അലറി വിളിച്ച് കരയുന്നതാണ് കാണിക്കുന്നത്. അവിടെയുള്ള ഹോമകുണ്ടത്തിൽ നിന്ന് വരുന്ന അഗ്നിയിൽ നിന്ന് അവൻ്റെ അമ്മ രക്ഷിക്കണേ എന്ന് അലറി വിളിക്കുന്നതായിട്ടൊക്കെ അവന് തോന്നുകയാണ്. അപ്പോൾ അവൻ പെട്ടെന്ന് അങ്ങോട്ട് ഓടിയിട്ട് അഗ്നിയിലേക്ക് കൈ വെക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ കയ്യിൽ തീ പടരുമ്പോൾ ബന്നിയും മുത്തശ്ശനും കൂടി വന്നിട്ട് അത് അണയ്ക്കുകയാണ്. അപ്പോൾ മാലിനി അവിടെയുള്ളവരോടെല്ലാം ആ ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ നിർത്താൻ വേണ്ടി പറഞ്ഞിട്ട് ബന്നിയോടും മുത്തശ്ശനോടും 12 വർഷം മുന്നേ ഇതേ ദിവസം തന്നെയാണ് യുവാൻ്റെ അമ്മ മരിച്ചത്. നിങ്ങൾ ഈ പൂജയ്ക്ക് അവനെ കൊണ്ടുവന്നതുകൊണ്ടാണ് ആ ഓർമ്മ അവന് വന്നത്. അതുകൊണ്ടാണ് ഈ അവസ്ഥ ഇവിടെ ഉണ്ടായതെന്ന് മാലിനി വെറുതെ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും മാലിനി ആൾക്കാരെ വിളിച്ചിട്ട് ഒരുപാട് ശബ്ദങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയത് കൊണ്ടുള്ള ആ ഒരു അസ്വസ്ഥതയാവും യുവാന് ഉണ്ടായിട്ടുണ്ടാവുക. ഇനി ഈ ദാരിദ്ര്യം പിടിച്ച പെണ്ണിനെ ഈ വീട്ടിൽ കണ്ടുപോകരുതെന്ന് അവരോടെല്ലാം മാലിനി പറയാണ്. അതൊക്കെ കേട്ടിട്ട് ബന്നിക്കും മുത്തശ്ശനും ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം യുവാനെ ബന്നിയും മുത്തശ്ശനും കൂടി റൂമിൽ കൊണ്ടുപോയിട്ട് മുറിവിൽ മരുന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് കൽപ്പനയും ആഞ്ചലും വന്നിട്ട് ബന്നിയെ കണ്ട് ഈ ദരിദ്രവാസി ഇതുവരെ ഇവിടെ നിന്ന് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബന്നി അതിന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൽപ്പനയും ആഞ്ചലും ആരാണെന്ന് വെച്ചാൽ നമ്മുടെ യുവാൻ്റെ മുത്തശ്ശൻ ദേവരാജില്ലേ, ആളുടെ സഹോദരി സുലേഖയുടെ മക്കളാണ് അവർ. അപ്പോൾ സുലേഖ ഭർത്താവിൻ്റെ മരണശേഷം സഹോദരനായിട്ടുള്ള ദേവരാജിൻ്റെ ഒപ്പം ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവരൊരു കൂട്ടുകുടുംബമായിട്ടാണ് ഉള്ളത്. അങ്ങനെ ബന്നി ദേവരാജിനോട് യാത്ര പറഞ്ഞു പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ദേവരാജ് അവളെ പിന്നിൽ നിന്ന് വിളിച്ചിട്ട് ഇനിയും യുവാനെ നീ തന്നെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അവൾ ഇവിടെയുള്ളവർക്കൊന്നും ഞാൻ ഭക്ഷണം കൊണ്ടുവരുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കണ്ടിട്ട് വീര അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ബന്നിയോട് എൻ്റെ അച്ഛനിൽ നിന്ന് നീ ദൂരെ പൊക്കോ, ഇനി ഇവിടെ കണ്ടുപോകരുതെന്ന് പറയുമ്പോൾ ബന്നി ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ദേവരാജ് വീരിനോട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, നീ എൻ്റെയും യുവാൻ്റെയും കാര്യത്തിൽ ഇടപെടാൻ വരണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ ബന്നി അവളുടെ വീട്ടിൽ പോയിട്ട് മാമിയുടെയും മാമൻ്റെയും മകനായ വിഷ്ണുവിനോട് യുവാനെക്കുറിച്ചും ദുഷ്ടരായ ആ വീട്ടിലുള്ളവരെക്കുറിച്ചും പറയുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് മാമി വന്നിട്ട് അവളുടെ മാമയെ നന്നായിട്ട് വഴക്ക് പറയുകയാണ്. അപ്പോൾ എന്താ കാര്യമെന്ന് അവൾ ചോദിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കോളേജിലെ ഫീസ് അടയ്ക്കാൻ അവൾ കൊടുത്ത പൈസ മുഴുവൻ മാമ മദ്യപിച്ച് കളഞ്ഞു എന്ന് മാമി മറുപടി പറയുകയാണ്. അപ്പോൾ മാമി പേടിക്കേണ്ട, അതിനുള്ള പൈസ ഞാൻ ഇനിയും തരാമെന്ന് അവൾ പറയുന്നുണ്ട്. പിന്നെ വീറ് വന്നിട്ട് മാലിനിയോട് ബന്നിയോട് ദേവരാജ് പിന്നെയും യുവാന് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞ കാര്യമെല്ലാം പറയുമ്പോൾ മാലിനി നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ പെണ്ണ് ഭയങ്കര സ്മാർട്ടൊക്കെ തന്നെയാണ്, പക്ഷേ ആ ദരിദ്രവാസിയായ പെണ്ണ് ഇനി വീട്ടിലേക്ക് കിടക്കാൻ പാടില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ വിരാജ് അങ്ങോട്ട് ഓടി വന്നിട്ട് ഒരു ബിസിനസ് ഡീൽ നമുക്ക് കിട്ടിയില്ല, നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ മാലിനിയുടെ ദേഷ്യം അധികരിക്കുകയാണ്. പിന്നെ യുവാൻ്റെ അച്ഛൻ ഹേമന്ത് വീട്ടിലേക്ക് വന്ന് എല്ലാവരോടും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അയാളെ കണ്ടതും പലക്കും അഞ്ജലിയും ഓടി വന്ന് അച്ഛാന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പലക്കും അഞ്ജലിയും മാലിനിയുടെയും ഹേമന്തിൻ്റെയും മക്കളാണ്. അപ്പോൾ ഹേമന്തിൻ്റെ ആദ്യ ഭാര്യ വന്ദനയിലുണ്ടായ കുട്ടിയാണ് യുവാൻ. അപ്പോൾ ഈ സീരിയലിലെ ക്യാരക്ടേഴ്സിൻ്റെ നെയിം മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഞാൻ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാരക്ടേഴ്സിന് ബേസ് ആയിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുക. അങ്ങനെ ഹേമന്ത് എല്ലാവരോടും ഞാൻ പോയതിനു ശേഷം യുവാൻ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, നന്നായി ഭക്ഷണം കഴിച്ചില്ലേ എന്നൊക്കെ അവരോട് ചോദിക്കുമ്പോൾ ആ ചോദ്യം തീരെ ഇഷ്ടപ്പെടാത്തതുപോലെ അവരെല്ലാവരും മുഖം കുനിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് പൂജയ്ക്ക് നടന്ന സംഭവങ്ങൾ ഹേമന്തിനോട് അവർ പറയുമ്പോൾ ഇതെന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്ന് പറഞ്ഞിട്ട് യുവാൻ്റെ റൂമിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് വിരാജ് ഓടി വന്നിട്ട് മാലിനി ഭാബി കാണണമെന്ന് പറഞ്ഞിരുന്നു, ആദ്യം അങ്ങോട്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഹേമന്തിനെ മാലിനിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ മാലിനി ഹേമന്തിനോട് ആ ബിസിനസ് ഡീൽ തരാത്ത കമ്പനിയെ ഭീഷണിപ്പെടുത്തി അതെങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഹേമന്ത് ഞാൻ വന്നതിന് ശേഷം യുവാനെ കണ്ടിട്ടില്ല, ഞാനൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ മാലിനി അവനിപ്പോൾ മരുന്ന് കഴിച്ച് ഉറങ്ങുകയാണ്, അതുകൊണ്ട് അവനെ ശല്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞിട്ട് ആളെ അവിടെ തന്നെ പിടിച്ചിരുത്തുന്നുണ്ട്. അതിനുശേഷം ബന്നിയുടെ അടുത്തേക്ക് അവളുടെ അയൽവാസിയായിട്ടുള്ള ഒരു സ്ത്രീ ഫ്രിഡ്ജിൽ വെക്കാൻ അവൾ കൊടുത്ത പാലൊക്കെ ആയിട്ട് തിരികെ വരികയാണ്. എന്നിട്ട് എൻ്റെ മോൻ്റെ കല്യാണമാണ്, അതുകൊണ്ട് ഇതൊന്നും എൻ്റെ ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് അത് അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ബന്നി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. ഇനി വിഷ്ണുവിൻ്റെ കോളേജിൽ അടയ്ക്കാനുള്ള പൈസ എങ്ങനെയെങ്കിലും ശരിയാക്കണമെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ബന്നിയുടെ മാമനെയും മാമിയെയാണ് കാണിക്കുന്നത്. ബന്നി അവൾ കൂട്ടിവെച്ച പൈസ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. അത് അവർ രണ്ടുപേരും പങ്കിട്ടെടുത്ത് ബന്നിയെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്, അവളെല്ലാം വിശ്വസിക്കും. അതുകൊണ്ട് നമുക്ക് ഇനിയും ഒരുപാട് സമ്പാദിക്കാമെന്ന് അവർ ചിരിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്.
അപ്പം നേരത്തെ അവർ ബന്നിയോട് പറഞ്ഞതും ചെയ്തതും എല്ലാം പൈസ കിട്ടാൻ വേണ്ടി നടത്തിയ വെറും നാടകമായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ബന്നി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെയുള്ള കച്ചവടക്കാരൻ അവൾക്ക് പൈസ വേണമെങ്കിൽ ഞാൻ സഹായിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ എനിക്ക് അത്ര പൈസ ഒന്നും മതിയാവില്ല, എങ്ങനെയെങ്കിലും അത് ഞാൻ ശരിയാക്കിക്കോളാമെന്ന് അയാളോട് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഒരുപാട് ഗുണ്ടകൾ വരികയാണ്. അവൾക്ക് പൈസ ആവശ്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിലൊരാൾ അവളുടെ അടുത്തേക്ക് വന്നിട്ട് നിനക്ക് പൈസ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് 2 രാത്രി എൻ്റെ ഒപ്പം കഴിഞ്ഞാൽ എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ അവളോട് സംസാരിക്കുകയാണ്. ഇത് കേട്ട് ബന്നിക്ക് നല്ല സങ്കടവും ദേഷ്യവും വരുന്നുണ്ട്. അപ്പോൾ ഈ സീനും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കൺഫ്യൂഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.